5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്ന് വളരെ ഗൗരവമായ ഒരു വാർത്ത ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IAS അവർ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്. അവർ കറുപ്പായതുകൊണ്ട് അവർക്ക് അവരുടെ സന്ദർശക ഡയറിയിൽ നിന്ന് കിട്ടിയ ഒരു കുറിപ്പാണ് ഫേസ്ബുക്കിൽ എഴുതുവാൻ കാരണം. അതിൽ പറയുന്നത് മുൻ ചീഫ് സെക്രട്ടറി, അതായത് ശ്രീമതി ശാരദാ മുരളീധരൻ്റെ ഭർത്താവ് ശ്രീ വേണു IAS, ഡോക്ടർ വേണു IAS അവർ വെളുപ്പായതും ഇവർ കറുപ്പായതും തമ്മിലുള്ള വ്യത്യാസമൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിലൂടെ അവർ കറുപ്പാണ് എന്നവർ അധിക്ഷേപിച്ചതാണെന്നും കറുപ്പായതുകൊണ്ട് അവർ കുഞ്ഞനാളിൽ മുതൽ അനുഭവിച്ച ചില പ്രശ്നങ്ങളൊക്കെ വായിക്കണം ആ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുന്നത്. അതിനെ തുടർന്ന് വലിയ വാർത്തയാവുകയും മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകളും സോഷ്യൽ മീഡിയയും അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ രസകരമായൊരു കാര്യം, ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ പറയുകയാണ്. കേരളത്തിൽ 40-45 വർഷത്തെ അനുഭവമാണ് സൂചിപ്പിക്കുന്നത്. ചെറിയ പ്രായത്തിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലും SFIയിലും DYFIയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നു. അന്നും ജാതിയുടെ ചില മാസ്മരിക വലയങ്ങൾ അനുഭവിക്കാനും കാണാനും ഒക്കെ അവസരമുണ്ടായിട്ടുണ്ട്. പലപ്പോഴും കറുപ്പ് നിറമായതുകൊണ്ട്, എന്നെ കാണുന്നതിന് കറുപ്പ് നിറമായതുകൊണ്ട് SC/ST ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ആളാണോ എന്ന് തെറ്റിദ്ധരിച്ച് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കറുത്തു പോകുന്നതിനുള്ള പ്രധാന കാരണം, ഒന്ന്, സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ അടിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മുഖത്തൊന്നും അടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സ്കിൻ പാറ്റേൺ ആണ്. എയർ സയൻസിലൊക്കെ ധാരാളമായി ജോലി ചെയ്തപ്പോഴും ഫീൽഡ് വർക്ക് ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വശം കറുക്കുന്നതിനുള്ള കാരണമായത്. അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ള ആൻറ്റിബയോട്ടിക്, ശരീരത്തിൽ ഉപയോഗിച്ച ആൻറ്റിബയോട്ടിക്കുകൾ, രോഗം മാറുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആൻറ്റിബയോട്ടിക്കുകളും ഒരു പരിധിവരെ ശരീരത്തിൻ്റെ നിറത്തെ കറുപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ രസകരമാണ്. അതിനെ തുടർന്നുള്ള ജീവിത കാലഘട്ടം ആലോചിച്ചാൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിച്ചപ്പോഴും അവിടെയും ജാതിയുടെയും നിറത്തിൻ്റെയും ഒക്കെ പേരിലുള്ള ചില വിവേചനങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട്. അതെനിക്ക് മാത്രമല്ല, ഈഴവരാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആരും തന്നെ നേതൃത്വത്തിലേക്ക് വരികയോ പുസ്തകം എഴുതുകയോ ചെയ്യുന്നതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ അതിനകത്ത് കാണാൻ കഴിയൂ. അങ്ങനെ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. പിന്നെ വേറെ ചില അനുഭവങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളല്ല. ഞാൻ ജന്മം കൊണ്ട് മുന്നോക്ക സമുദായത്തിൽ ജനിച്ച ആളാണ്. കാരണം അത് പറഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കഥ പൂർണ്ണമാവുകയുള്ളൂ. ഞാൻ ജനകീയാസൂത്രണം നടക്കുമ്പോൾ കൊല്ലം ജില്ലയുടെ പഞ്ചായത്തിൽ പ്രഭാഷണത്തിന് പോയി, ഗ്രാമസഭയിൽ പോയി. അവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ സബ് ഗ്രൂപ്പിൽ ആരും ഇരിക്കാനില്ലാതായി. അവസാനം ഞാൻ അവിടെ ചെന്നിരുന്നു, അത് അധ്യക്ഷം വഹിക്കാൻ. അപ്പോൾ അവിടെ എന്നെ പരിചയപ്പെടുത്തിയത് തിരുവനന്തപുരത്തുനിന്ന് നമ്മുടെ സമുദായത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ജനിച്ച് വളർന്ന് വലിയ സ്ഥാനത്തൊക്കെ എത്തിയ ഒരു സാറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനമുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അവരോട് പറയാൻ കഴിയില്ല എൻ്റെ ജാതി ഇതല്ലാന്ന്. ശരിയല്ലല്ലോ. അങ്ങനെ അവിടെ ഞാൻ പട്ടികജാതി പട്ടികവർഗക്കാരനായി. കുഴപ്പമില്ല, കാണാൻ കറുപ്പായതുകൊണ്ടാണ്. അത് പിന്നെ എനിക്ക് പോസിറ്റീവായി എടുത്തു, ഞാൻ നെഗറ്റീവായിട്ടല്ല എടുത്തത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വന്ന് തിരുവനന്തപുരത്തൊരു സ്കൂളിൽ, പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ അവിടുത്തെ ടീച്ചർ, SC/ST വിഭാഗത്തിൽപ്പെട്ട ടീച്ചർ എന്നെ ഒരു പ്രഭാഷണത്തിന് വിളിച്ചു, കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ. ക്ലാസ് വളരെ മനോഹരമായി, കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലായി, ടീച്ചർമാർക്ക് വളരെ സന്തോഷമായപ്പോൾ അവിടുത്തെ HM മുന്നോക്ക സമുദായക്കാരിയായിരുന്നു. അവർ അവിടെ പറഞ്ഞത് എന്നെ കൊണ്ടുപോയ ടീച്ചറായ SC/ST ടീച്ചറിൻ്റെ ബന്ധുവാണെന്നാണ്. ചില ബന്ധുക്കളേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ കുട്ടികൾക്കിടയിൽ കയ്യടിയൊക്കെ നടത്തും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ജാതി ആക്ഷേപം നടത്തി. എങ്ങനെയാണ് ആ ടീച്ചർ മനസ്സിലാക്കിയത് ഞാൻ SC/ST ആണ്? അവരെൻ്റെ കറുപ്പ് നിറം കണ്ടിട്ടായിരിക്കാം. ഒരിക്കൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ ചില നേതാക്കൾ എന്നെ കാണാൻ നിന്നിട്ട് അവരുടെ പാർട്ടിയുടെ സന്നദ്ധ സംഘടന രൂപീകരിക്കുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ദളിത് പിന്നോക്ക പട്ടികവർഗ പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാനത് സമ്മതിച്ചു. പക്ഷെ അവസാനം പോകുന്ന സമയത്ത് എൻ്റെ ജാതി ചോദിച്ചു. ഞാനപ്പോൾ റിസർവേഷനൊന്നും ഇല്ലാത്തൊരു വിഭാഗത്തിൽപ്പെട്ട ആളാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ സമീപിച്ചില്ല. പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടൊക്കെ പോയി. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുറേ നേതാക്കൾ അല്ലാതെ എന്നെയും കാണാൻ വന്നു. അവരുടെ ഒരു സംഘടനയുടെ നേതാവായിട്ട് എന്നെയും കൂടി ചെയർമാനായിട്ട് എന്നെ വെക്കാനായിട്ട്.
അതും സംസാരിച്ച് എല്ലാ ധാരണയായി അവസാനം എന്നോട് ചോദിച്ചു ഏത് വിഭാഗത്തിൽ വരും. അപ്പം ഞാൻ ജാതി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞാൻ മുന്നോക്ക വിഭാഗത്തിലാണ് ജനിച്ചത്. അത് പ്രശ്നമല്ല, ഞാൻ ഇതിനകത്ത് നിങ്ങളെ സഹായിക്കാം. അപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങളുടെ ജാതിയിൽ നിന്ന് തന്നെ ഒരാൾ വേണം. അപ്പോൾ അതും കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിൽ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഇപ്പോൾ അദ്ദേഹം റിട്ടയറായി. അദ്ദേഹം, ഞാൻ ഡയറക്ടറായിരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം വളരെ മോശമായ രീതിയിൽ എൻ്റെ ജാതി, ഞാൻ കറുപ്പായതുകൊണ്ട് SC/ST വിഭാഗത്തിലാണെന്ന് ധരിച്ചുകൊണ്ട് ചില കമൻറ്റുകളൊക്കെ പലരോടും പല സീനിയർ ഉദ്യോഗസ്ഥരോടും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ ഗൗരവതരമായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഞാനിത് ചിലരോടൊക്കെ ഈ പരാതിയൊക്കെ പറയുമ്പോൾ അവരും ചോദിക്കും അയ്യോ നിങ്ങൾ SC/ST അല്ലേ? അപ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെയാണെന്നാണ്. ഒരാളിൻ്റെ നിറം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തെ വിലയിരുത്തുക എത്ര മോശമാണ് നമ്മുടെ സംവിധാനങ്ങൾ. തിരുവനന്തപുരത്ത് ഒരു സെക്രട്ടേറിയറ്റിൽ ഒരു ദിവസം പോയപ്പോൾ ശ്രീ സനൽകുമാർ IAS, അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം എന്നെ വഴി വെച്ച് കാണുകയും അദ്ദേഹം എന്നെ കൂടെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുപോവുകയും പറഞ്ഞു, ഞാൻ സാറിന് ഇപ്പം നല്ല തിരക്കല്ലേ, ഞാൻ പോയിട്ട് വരാമെന്ന്. എനിക്കൊരു തിരക്കുമില്ല, ഞാൻ പട്ടികജാതി പട്ടികവർഗക്കാരനായതുകൊണ്ട് എനിക്കൊരു ഫയലും വരുന്നില്ല. എൻ്റെ അട്ടർ സെക്രട്ടറി എനിക്ക് ഫയൽ തരത്തില്ല. തന്നാൽ അപ്പം തന്നെ എനിക്ക് തിരിച്ച് പ്യൂണിനെ അയക്കും സാറിൻ്റെ അടുത്ത് നിന്ന് ഫയൽ എടുത്തുകൊണ്ട് വരാൻ. മുകളിൽ നിന്ന് ഫയൽ കൊണ്ടുവന്നാലും ഉടൻ തന്നെ എനിക്ക് ഫയൽ കൊടുക്കണം. എനിക്ക് ഒരു ദിവസം പോലും ഫയൽ വെച്ച് പഠിക്കാൻ അവസരം കിട്ടാറില്ല. അതുകൊണ്ട് ഫയൽ വന്നാൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പട്ടികജാതി പട്ടികവർഗക്കാരനായതുകൊണ്ടാണ് ഇവിടെ ഒരു ദിവസം ഫയൽ വെച്ചേക്കരുതെന്നാണ് അൺഒഫീഷ്യൽ ചീട്ട് ഉത്തരവ്. എന്താണ് നമ്മുടെ സംവിധാനത്തിൽ സമ്മതിക്കുന്നത്? ഒരാൾ കാണാൻ കറുപ്പാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പട്ടികജാതി പട്ടികവിഭാഗമായി എഴുതി തള്ളും. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. മലയാളിയുടെ ഈ ദ്വന്ദ്വ വ്യക്തിത്വം നല്ല രസകരമാണ്. ഒരേ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കും, വൈരുദ്ധ്യാതി ഭൗതികവാദം പറയും, അതേസമയം ദൈവവിശ്വാസത്തിലും കാണും. ഒരേ സമയം എല്ലാം ചെയ്യും, രണ്ടും ചെയ്യും. കുടുംബശ്രീയുടെ യൂണിറ്റിലും കാണും, വർഗീയ സംഘടനകളുടെ സംവിധാനത്തിലും കാണും, ജാതിമത സംഘടനകളുടെ സംവിധാനത്തിലും കാണും. എല്ലാ സംവിധാനത്തിലും മലയാളി കാണും. അവന് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ഏതിലും പോകും. ഒരു തത്വശാസ്ത്രവും ആശയവും ഒന്നും ഒരു വിഷയമേ അല്ല. വളരെ മനോഹരമാണ് ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചാൽ. മലയാളിയുടെ ജാതിബോധവും വർഗ്ഗബോധവും വർണ്ണബോധവും ഒക്കെ വളരെ ആഴത്തിലാണുള്ളത്. നമ്മൾ പറയുമ്പോൾ ഒരുപാട് പുരോഗമനവും ആശയവും ഒക്കെ പറയും. പക്ഷേ ഉള്ളിൽ ഈ ഒരു ജാതി കിടപ്പുണ്ട്. ജാതിയുടെ ദുശ്ചിന്തകൾ, ജാതിയല്ല പ്രശ്നം, ജാതിയുടെ ദുശ്ചിന്തകൾ കിടപ്പുണ്ട്. കറുപ്പെന്നും കറുത്ത നിറമെന്നും അതനുസരിച്ച് ആളുകളെ വിലയിരുത്തുന്നതും ഒക്കെ വളരെ ഗൗരവമായി കേരളത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ നിരവധി സംഭവങ്ങൾ സൂചിപ്പിച്ചു. ഒരുപാട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി സ്വന്തമായി തന്നെ ഉണ്ട്. എന്താണ് കേരളത്തിന് സംഭവിക്കുന്നത്? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പട്ടികജാതി പട്ടികവർഗമാണെന്നോ അല്ലെങ്കിൽ അത്തരം സമുദായത്തിൽപ്പെട്ട ആളെന്നോ അങ്ങ് വിലയിരുത്തുക. ഈയിടയ്ക്ക് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്നൊരു വലിയ മീറ്റിങ്ങിൽ ഞാൻ പോയി സംസാരിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനുമായി ബന്ധപ്പെട്ട ആളുകളുമായി എനിക്ക് നല്ല പരിചയമുള്ളൊരു മറ്റൊരു അദ്ദേഹം പറയുകയാണ്, കാര്യമൊക്കെ ശരി തന്നെ, അദ്ദേഹം നല്ല മിടുക്കനാണ്, പക്ഷേ ആളെ SC/ST എന്താണ് ഇവിടുത്തെ കുഴപ്പം? അത് പറയുമ്പോഴാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വലിയ ബഹളം ഉണ്ടാക്കി, അയ്യോ അങ്ങനെ പറയുന്നു, ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ സംഭവിച്ചോ, കേരളം മോശമാണ്, എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ചോദിക്കുന്നു. ആ ചാനലുകാരിൻ്റെ മേധാവികളും അടക്കമുള്ള ആളുകൾ വന്ന് പറയുന്നുണ്ട്. എന്നാൽ കുറേ ദളിതന്മാരെയും SC/ST വിഭാഗക്കാരെയും കറുത്തവരെയും ചാനലിൽ വയ്ക്കുമോ? ന്യൂസ് റീഡറായിട്ടും ആങ്കർമാരുമായിട്ടൊക്കെ. ഇവിടെ എത്ര നല്ല നടിയാണെങ്കിലും സീരിയൽ നടികളെല്ലാം വെളുത്ത ആളുകളല്ലേ വെക്കത്തുള്ളൂ, കറുത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? സിനിമാ നടന്മാരിൽ എത്ര കറുത്തവരുണ്ട്? വളരെ കുറച്ച് പേരല്ലോ. ഒരു വിനായകനോ ഒരു കലാഭൺമണി മരിച്ചുപോയി, അങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. വെളുത്ത ആളുകളല്ലേ കൂടുതൽ. നമ്മുടെ ചാനലുകൾ എടുത്താൽ, ദൂരദർശൻ എടുത്താൽ, മറ്റെവിടെ എടുത്താൽ, ന്യൂസ് റീഡിങ്ങിൻ്റെ സ്ഥലം എടുത്താൽ, റേഡിയോ നിലയങ്ങൾ എടുത്താൽ, എവിടെ എടുത്താലും, ഞാനിത് ആരെയും കുറ്റം പറയാനോ ഒരു സംവിധാനത്തെ മോശപ്പെടുത്താനോ ഒന്നുമല്ല. പക്ഷെ അവിടങ്ങളിലെല്ലാം നമുക്ക് ഈ സൗന്ദര്യവും കറുപ്പും വെളുപ്പും എല്ലാം ഉണ്ടെന്നേ. സെലക്ഷനിലെല്ലാം ഉണ്ട്. PSCയിൽ മാത്രം, PSCയിൽ പിന്നെ റിസർവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതില്ല. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഇതുണ്ട്. ഫ്രണ്ട് ഓഫീസിലിരുത്തുന്നത് മിക്കവാറും ഏത് ഓഫീസ് എടുത്താലും, പ്രൈവറ്റ് ആയാലും സർക്കാർ ആയാലും, ഫ്രണ്ട് ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ ഇരുത്തുന്നത് ആരെയാണ്? ആന എഴുന്നള്ളത്ത് നടക്കുമ്പോൾ, താലപ്പൊലി കൊണ്ടുപോകുമ്പോൾ, ഇങ്ങനെ ഓരോ പിന്നെ ബാനർ പിടിക്കുമ്പോൾ, നിങ്ങൾ ഏത് വേണം എടുത്ത് നോക്കൂ, അവിടെ എല്ലാം കറുപ്പും വെളുപ്പും ഉണ്ടെന്നേ. അമ്പലത്തിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, സകല സ്ഥലങ്ങളിലും ഇതുണ്ട്. അപ്പോൾ പിന്നെ ഇല്ല എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. എല്ലായിടത്തും ഉണ്ട്. ചീഫ് സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ സ്വന്തം അനുഭവങ്ങൾ പറയുന്നു. സകല സ്ഥലത്തും ഇതുമുണ്ട്. കേരളത്തിൽ അതുകൊണ്ട് ക്രിയാത്മകതയ്ക്കും ഒരു റോളില്ല. ഈ പറയുന്ന കറുപ്പും ജാതിയും മതവും ഒക്കെ നോക്കി തന്നെയാണ് മനുഷ്യരെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ ചില പ്രധാനപ്പെട്ട സമുദായങ്ങളുടെ ആളുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്ഥാനവും കിട്ടും, മാനവും കിട്ടും, എല്ലാം കിട്ടും.
അത് നമ്മൾ കൈവശം അങ്ങനത്തെ ഒരു ജാതിയിലൊന്നും അല്ല, മതത്തിലൊന്നും അല്ല പിറന്നതെങ്കിൽ കേരളത്തിൽ വലിയ പ്രയാസമാണ് ജീവിക്കാനും കാര്യങ്ങൾ നടത്തുവാനുമൊക്കെ. എന്തായാലും ഞാൻ എൻ്റെ അനുഭവങ്ങൾ വിവരിച്ചു എന്ന് മാത്രം.